ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗിലുള്ള നാഷണൽ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ NMDFC എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/6/2025, അതായത് ജൂൺ 2, 2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പോസ്റ്റ് കോഡ് 01/2025. പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ, കമ്പനി സെക്രട്ടറി E1. ഒഴിവുകളുടെ എണ്ണം 1 ജനറൽ വിഭാഗത്തിന്. ശമ്പള സ്കെയിൽ 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 50% മാർക്കോടുകൂടി ആർട്സ് ഓർ സയൻസ് ഓർ കൊമേഴ്സ് ഇവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ഇനി എക്സ്പീരിയൻസ്, സൂപ്പർവൈസറി ലെവലിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് റെലവന്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. കട്ട് ഓഫ് ഡേറ്റ് 31/1/2025. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ CA ഓർ ICWA ഓർ LLB. പ്രായപരിധി 31/1/2025 32 വയസ്സ്. അടുത്ത പോസ്റ്റ് കോഡ് 02/2025. പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ E0. പ്രോജക്ട് കോർഡിനേഷൻ ആൻഡ് ലീഗൽ ആൻഡ് റിക്കവറി. ഒഴിവുകളുടെ എണ്ണം ജനറൽ വിഭാഗത്തിന് 1, OBC വിഭാഗത്തിന് 1 ഒഴിവ്. ശമ്പളം 30,000 രൂപ മുതൽ 1,20,000 രൂപ വരെ. അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ആർട്സ് ഓർ സയൻസ് ഓർ കൊമേഴ്സ് ഓർ അഗ്രികൾച്ചറൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാനേജ്മെന്റ് ഓർ എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ഓർ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ PG ഡിഗ്രി, അല്ലെങ്കിൽ 50% മാർക്കോടുകൂടി ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BE. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ MBA ഓർ LLB. ഇനി പ്രായപരിധി 31/1/2025 30 വയസ്സ്. അടുത്ത പോസ്റ്റ് കോഡ് 02/2025. പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ E0 ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. ഒഴിവുകളുടെ എണ്ണം SC വിഭാഗത്തിന് 1. ശമ്പളം 30,000 രൂപ മുതൽ 1,20,000 രൂപ വരെ. ക്വാളിഫിക്കേഷൻ നോക്കാം. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 50% മാർക്കോടുകൂടി കൊമേഴ്സിലോ എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ PG ഡിഗ്രി. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് CA ഓർ ICWA ഓർ MBA ഫിനാൻസ്. പ്രായം 30 വയസ്സ്. അടുത്ത പോസ്റ്റ് കോഡ് 02/2025. പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ E0 HRM ആൻഡ് അഡ്മിൻ. ഒഴിവുകളുടെ എണ്ണം ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ്. ശമ്പളം 30,000 രൂപ മുതൽ 1,20,000 രൂപ വരെ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 50% മാർക്കോടുകൂടി പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓർ HR-ൽ PG ഡിഗ്രി. അടുത്ത ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ MBA ഓർ LLB ഓർ PG ഡിപ്ലോമ ഇൻ ലേബർ ലോ. വയസ്സ് 30. അടുത്ത പോസ്റ്റ് കോഡ് 03/2025. പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് NE3 ജനറൽ കേഡ്. ജനറൽ വിഭാഗത്തിന് 2 ഒഴിവ്, OBC വിഭാഗത്തിന് 1, EWS-ന് 1, SC വിഭാഗത്തിന് 1 ഒഴിവ്. ശമ്പളം 25,000 രൂപ മുതൽ 95,000 രൂപ വരെ. ക്വാളിഫിക്കേഷൻ നോക്കാം. ഡിഗ്രി ഇൻ ആർട്സ് ഓർ സയൻസ് ഓർ കൊമേഴ്സ്. അടുത്തത് സ്പീഡ് ഓഫ് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ടൈപ്പിംഗ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ 30 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അടുത്ത ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം, അതായത് MS ഓഫീസ് പാക്കേജിൽ. പ്രായം 27 വയസ്സ്. ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBDക്ക് 10 വർഷവും PWBDയിൽ തന്നെ SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നത്. ഇനി മോഡ് ഓഫ് സെലക്ഷൻ നോക്കാം. ഈ തസ്തികകളിലേക്ക് ഓൺലൈൻ റിട്ടേൺ എക്സാം ആൻഡ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. റിട്ടേൺ ടെസ്റ്റിന് 50% മാർക്ക് നേടുന്നവരെയാണ് ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് പാറ്റേൺ ആൻഡ് സിലബസ് നോക്കാം. ഡെപ്യൂട്ടി മാനേജർ, കമ്പനി സെക്രട്ടറി. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 40 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 40 മാർക്കാണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, മാർക്സ് 40-ലാണ്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മാർക്സും 40-ലാണ്. അടുത്തത് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, മാക്സിമം മാർക്ക് 20-ആണ്. അടുത്തത് പ്രൊഫഷണൽ നോളജ് കമ്പനീസ് ആക്ട് 2013 60 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, മാക്സിമം മാർക്കും 200 തന്നെയാണ്. ഇതില് ടൈം ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. ഇനി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ പ്രോജക്ട് കോർഡിനേഷൻ ആൻഡ് ലീഗൽ റിക്കവറി. അതിന്റെ നെയിം ഓഫ് ടെസ്റ്റ് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 40 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 40 മാർക്ക്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 40 മാർക്ക്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. അടുത്ത ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 20 മാർക്ക്. നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ നോളജ് സ്പെഷ്യൽ റെഫറൻസ് ടു പ്രോജക്ട് മാനേജ്മെന്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 60 എണ്ണമാണ്, മാക്സിമം മാർക്കും 60-ആണ്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മാക്സിമം മാർക്കും 200-ആണ്. ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. നെയിം ഓഫ് ടെസ്റ്റ് നോക്കാം.
ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 40 മാർക്കാണുള്ളത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അടുത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അടുത്ത ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അടുത്തത് പ്രൊഫഷണൽ നോളജ്, അക്കൗണ്ടൻസി ഓർ ടാക്സേഷൻ, കമ്പനി ലോ ഓർ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇതിനെല്ലാം കൂടി 60 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 60 മാർക്കാണുള്ളത്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്സും 200 ആണ്. അതിന് ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ HRM ആൻഡ് അഡ്മിൻ. നെയിം ഓഫ് ടെസ്റ്റ് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ് വരുന്നത്, മാർക്സ് 40. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും 40 ക്വസ്റ്റ്യൻസും 40 മാർക്കും. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അടുത്ത ജനറൽ അവയർനെസ് 20 മാർക്ക്, 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അടുത്ത് വരുന്ന പ്രൊഫഷണൽ നോളജ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 60 ക്വസ്റ്റ്യൻസും 60 മാർക്കുമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ടോട്ടൽ മാർക്സും 200 തന്നെയാണ്. ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അടുത്തത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. നെയിം ഓഫ് ടെസ്റ്റ് വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അടുത്ത കമ്പ്യൂട്ടർ നോളജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അങ്ങനെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 200 ആണ്. മാക്സിമം മാർക്കും 200 തന്നെയാണ്. ഡ്യൂറേഷൻ 120 മിനിറ്റ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓരോ തെറ്റ് ആൻസറിനും 0.25 മാർക്സ് ഡിഡക്ഷൻ ഉണ്ടാകുന്നതാണ്. ഇനി ഡെപ്യൂട്ടി മാനേജർക്ക് റിട്ടൺ എക്സാമിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ അസിസ്റ്റന്റ് മാനേജർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്നിവർക്ക് റിട്ടൺ ടെസ്റ്റിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ SC, ST, OBC, EWS വിഭാഗത്തിന് 45% മാർക്ക് മതിയായിരിക്കും. ഇതിന്റെ ഓൺലൈൻ റിട്ടൺ ടെസ്റ്റ് വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. സെന്റർ ന്യൂഡൽഹി. ഇനി ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി നോക്കാം. ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും 600 രൂപയും SC, ST വിഭാഗത്തിന് 200 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. കോൾ ലെറ്ററും എക്സാമിന്റെ ഡീറ്റെയിൽസും www.nmdfc.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇനി അപേക്ഷിക്കുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. www.nmdfc.org എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/6/2025, അതായത് ജൂൺ 2, 2025. അപേക്ഷിക്കേണ്ട വിധം: ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഓഫ് ഫീസ്, ഡോക്യുമെന്റ് സ്കാൻ ആൻഡ് അപ്ലോഡഡ്. അടുത്തത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 4.5 x 3.5 സെന്റിമീറ്റർ സൈസ് ആണ് വേണ്ടത്. അടുത്ത സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക്, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കരുത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഓർ ബ്ലൂ ഇങ്ക്. അടുത്തത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കിൽ. ഈ എല്ലാ ഡോക്യുമെന്റ്സും PDF ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. പേജ് സൈസ് A4 ആയിരിക്കണം. ഡോക്യുമെന്റ് സൈസ് 500 KB കവിയാൻ പാടില്ല. കൂടാതെ സ്ക്രൈബ് ആൻഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ആ മാതൃകയിലായിരിക്കണം സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.